എന്തായാലും ഇന്ന് 24 മണിക്കൂർ പിന്നിടുന്നു എപ്പിക് ഫ്യൂറി, യുഎസിന്റെ എപ്പിക് ഫ്യൂറി ഓപ്പറേഷൻ എന്നുള്ളതാണ്. എന്തായാലും അതിനുശേഷവും ട്രംപ് കൃത്യമായ നിലപാടിൽ മുന്നോട്ട് പോകുന്നു. ഇന്നുകൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഈ യുദ്ധം വരും ദിവസങ്ങളിലും നീളും എന്നുള്ളതാണ്. അത്രയേറെ ആൾനാശം ഇറാന് സംഭവിച്ചു കഴിഞ്ഞു. ഇറാൻ ആകെ നിലംപരിശായ സ്ഥിതിയാണ്. നിലംപരിശായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ നഷ്ടങ്ങൾ ഇവിടെ കൊണ്ട് തീരുന്നില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. പ്രതിരോധ മന്ത്രിയെ യുഎസ് ഇസ്രയേൽ സംയുക്ത സൈനിക നടപടിയിൽ വകവരുത്തി കഴിഞ്ഞു. ഒപ്പം തന്നെ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് തലവനെ വധിച്ചു. ഇതിനെല്ലാം പുറമെ 40 ഒഫീഷ്യൽസിനെയാണ് ഇറാന് നഷ്ടമായത് എന്നുള്ളതാണ്. നമുക്കറിയാം, കടുത്ത ആക്രമണമാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇറാൻ പ്രത്യാക്രമണം നടത്തുന്നത് ഗൾഫ് രാജ്യങ്ങളിലാണ്. അവർക്കറിയാം, നേരിട്ട് യുഎസിൽ പോയി ആക്രമിക്കുക അത് അപ്രായോഗികമാണ്, അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നുള്ള നല്ല ബോധ്യം ഇറാനുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങളിലെ യുഎസ് സൈനിക താവളങ്ങൾക്ക് നേരെ നടത്തുന്ന ആക്രമണം അത് ചെറിയ ആക്രമണമല്ല. ഇന്നും ദുബായിലും ദോഹയിലും എല്ലാം തന്നെ ആക്രമണം നടന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഐസൻ ജോസിലേക്ക് പോകുന്നു. ഐസൻ, ഇറാൻ ഇന്ന് വെള്ളം കുടിക്കുന്നു എന്നുള്ളതല്ല, നിലംപരിശായി കഴിഞ്ഞു ഇറാൻ. പക്ഷേ അമേരിക്ക അവസാനിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. ട്രംപിന്റെ പ്രതികരണം ഇന്ന് വന്നു കഴിഞ്ഞു. അതായത് ഇനി വരാനിരിക്കുന്നത് ഇതിലും ഭയാനകമാകുന്ന സാഹചര്യമായിരിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോഴേ ഇറാന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. ഇതിനപ്പുറം എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കുമെന്നുള്ള ചോദ്യം അവശേഷിക്കുന്നു. ഒപ്പം ഇറാന്റെ പ്രതികരണം വരുന്നുണ്ട്. അതായത് ഞങ്ങളെ കരയിച്ച അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഹൃദയം ഞങ്ങൾ തകർക്കും എന്നുള്ളതാണ് ഇറാന്റെ ഭീഷണി. എങ്ങനെയാണ് നമ്മൾ ഈ ഘട്ടത്തെ നോക്കി കാണേണ്ടത്? നമുക്ക് എന്തായാലും ഐസനിലേക്ക് വരാം. എന്തായാലും ഖമനേയിയുടെ പിൻഗാമി ആര് എന്നുള്ള ചോദ്യം ഈ മണിക്കൂറിൽ ഉയരുന്നുണ്ട്. ആരായിരിക്കും ഖമനേയിയുടെ പിൻഗാമിയായി ഇറാനെ നയിക്കാൻ എത്തുന്നത്? എന്തായാലും ഇറാനിൽ ഇപ്പോഴും ഇസ്രയേൽ തീമഴ എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്നത്. ഒറ്റ ദിവസം വർഷിച്ചത് 1200 ബോംബുകളാണ്. അവർക്കതിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ഏതാണ്ട് 24 മണിക്കൂർ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഐസൻ ജോസ് ഉണ്ട് നമുക്കൊപ്പം. ഐസൻ, ഈ മണിക്കൂറിൽ ഖമനേയിയുടെ പിൻഗാമി ആര് എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നു. ഒപ്പം തന്നെ അമേരിക്കയുടെ ഭീഷണി വരുന്നുണ്ട്. ഇവിടം കൊണ്ട് തീർന്നിട്ടില്ല, ഇനി വരുന്നത് ഇതിലും ഭയാനകമായ ഒരു സാഹചര്യമാണ് എന്ന മുന്നറിയിപ്പ്. എന്തായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇതിലും ഭയാനകം അത് എന്തായിരിക്കുമെന്നുള്ള ചോദ്യം കൂടി അവശേഷിക്കുന്നുണ്ട്. ഇറാനെതിരെ അതിശക്തമായ ഒരു ആക്രമണം തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അമേരിക്ക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇസ്രയേലിന്റെ 2ാം ഘട്ട ആക്രമണം ആരംഭിച്ച ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ശക്തമായ ഒരു നിലപാട് വന്നത്. ഇനിയുമുള്ള ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണത്തിന്, അതായത് ഇപ്പോൾ ഇറാനിൽ നടത്തിയ ആക്രമണത്തിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രതികാരത്തിന് ചെയ്യാൻ വരികയും അതുപോലെ തന്നെ അയത്തുള്ള അലി ഖമേനിയുടെ കൊലപാതകത്തിന് കണക്ക് പറയാനുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്യുകയാണെങ്കിൽ കടുത്ത നിലപാടുകൾ തന്നെ സ്വീകരിക്കുമെന്ന കൃത്യമായൊരു നിലപാടാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ശക്തമായ നടപടികൾ ഉണ്ടാകും. നേരത്തെ നമ്മൾ കേട്ടതിനേക്കാൾ രൂക്ഷമായ നടപടികൾ, കണ്ടതിനേക്കാൾ രൂക്ഷമായ നടപടികൾ ഉണ്ടാകുമെന്ന ഒരു നിലപാടാണ് ട്രംപ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധങ്ങളായ വിഷയങ്ങൾ, അതായത് പല തരത്തിലുള്ള ആക്രമണങ്ങൾ പലയിടങ്ങളിലും നടക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതായത് ഇറാന്റെ ഭാഗത്ത് നിന്ന് അമേരിക്കയുടെ ചില സൈനിക കേന്ദ്രങ്ങളിലേക്ക് തുടർച്ചയായി ആക്രമണം നടത്തുന്ന ഒരു സ്വഭാവമുണ്ട്. അത്തരത്തിലുള്ള ഒരു സ്വഭാവം വളരെ ഗുരുതരമായ രീതിയിൽ തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതെല്ലാം തന്നെ അടിയന്തരമായി നിർത്തിവെച്ചില്ലെങ്കിൽ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന നിലപാടാണ് മുന്നോട്ട് വെക്കുന്നത്. നേരത്തെ ജാക്കി സൂചിപ്പിച്ചതുപോലെ അയത്തുള്ള അലി ഖമേനിയുടെ അനുകൂലികൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ അംഗീകരിക്കുന്ന ഒരു വലിയൊരു വിഭാഗം വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. തെരുവുകളിലെല്ലാം തന്നെ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് ട്രംപിന്റെ നിലപാട് തന്നെയാണ്. നേരത്തെ ഇറാഖി സൂചിപ്പിച്ചതുപോലെ ഒരു അനന്തരാവകാശിയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. മസ്തബയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങൾ, അതായത് സമാന്തര ഭരണകൂട സംവിധാനങ്ങൾ തയ്യാറായിരിക്കുന്നു. ആ സംവിധാനങ്ങൾ തയ്യാറായിരിക്കുന്നതിന്റെ ഭാഗമായി ആ സംവിധാനം ഏറ്റെടുത്തിരിക്കുന്നുവെന്നും
നമുക്ക് ലഭ്യമായ വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതേസമയം പല രീതിയിലുള്ള ആക്രമണങ്ങൾ പലയിടങ്ങളിലേക്കും ഇറാൻ തുടരുകയും ചെയ്യുന്നുണ്ട്. ഈ ഇറാൻ തുടരുന്ന ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള ശബ്ദങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ സ്ഫോടന ശബ്ദങ്ങളെല്ലാം തന്നെ പലയിടങ്ങളിൽ നിന്നും കേൾക്കാൻ സാധിക്കുന്നുവെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. തീർച്ചയായും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡുവർ-ഡൈ നീക്കമായിരുന്നു ഈ അന്തിമഘട്ടത്തിൽ നടത്തിയതെങ്കിൽ ഇപ്പോൾ ഇറാൻ നിസ്സഹായമായ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നതും ഒരു വസ്തുതയാണ്. ഖമേനിയുടെ ഇത്തരത്തിലുള്ള രക്തദാഹികളായ കൂട്ടത്തെ നിലയ്ക്ക് നിർത്തുമെന്ന നിലപാടാണ് അമേരിക്ക മുന്നോട്ട് വെക്കുന്നത്. അമേരിക്ക മുന്നോട്ട് വെക്കുന്ന ഈ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം തുടരുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് അമേരിക്ക. എന്തായാലും വളരെ ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയും ഇസ്രയേലും നടത്തിയ സംയുക്ത സൈനിക നടപടിയിൽ ഇറാന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് അബ്ദുൾ റഹീം മൗസവി, പ്രതിരോധ മന്ത്രി ആസിസ് നസീസാദെ എന്നിവർ കൊല്ലപ്പെട്ടു എന്നാണ് ഏറ്റവും ഒടുവിലായി ഇറാനിലെ ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും നേരത്തെ അയത്തുള്ള അലി ഖമനയി, അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉപദേഷ്ടാവ് അലി ഷംഖാനി, IRGC കമാൻഡർ ഇൻ ചീഫ് മുഹമ്മദ് പാക്പൂർ എന്നിവരുടെ വധം അല്ലെങ്കിൽ അവർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ഇറാൻ നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നതാണ്. അങ്ങനെ ഓരോ നിമിഷം കഴിയും തോറും മരണസംഖ്യകൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. ഐസനിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. ഐസൻ, നമുക്കറിയാം ഗൾഫ് രാഷ്ട്രങ്ങളുടെ ഒരു സ്ഥിതി. ഗൾഫ് മേഖലയിൽ ഇപ്പോഴും ഇറാൻ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. അവിടെ പലയിടങ്ങളിലും വെടിയൊച്ചകൾ കേൾക്കുന്നു, സ്ഫോടനം കേൾക്കുന്നു, പൊട്ടിത്തെറിയുടെ ശബ്ദം കേൾക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ദുബായിൽ ഇന്നും സ്ഫോടന ശബ്ദം കേട്ടതായി പറയുന്നു. ഒപ്പം തന്നെ ദോഹയിൽ സ്ഫോടനം നടന്നതായി പറയുന്നു. ബഹ്റൈനിലെയും സ്ഥിതി സങ്കീർണമാണ് എന്ന് പറയുന്നു. എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതാണ് നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചത്. അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പലയിടങ്ങളിലും ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. പ്രതിരോധ സംവിധാനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി തങ്ങളുടെ അന്തരീക്ഷ മണ്ഡലത്തിൽ എത്തുന്ന മിസൈലുകളെ കൃത്യമായി പ്രതിരോധിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ അതാത് മേഖലയിൽ നിന്ന് കൃത്യമായി വിക്ഷേപിക്കുമ്പോഴാണ് ഈ മിസൈലുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് തകരുന്ന, അല്ലെങ്കിൽ മിസൈലുകളെ നിർവീര്യമാക്കുന്ന നടപടികളുടെ ശബ്ദഘോഷങ്ങളാണ് കേൾക്കുന്നത്, അല്ലെങ്കിൽ വലിയ ശബ്ദങ്ങളാണ് കേൾക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രാഥമികമായി. പക്ഷേ ചിലയിടങ്ങളിലെല്ലാം തന്നെ അപകടം സംഭവിക്കുന്നുണ്ട്. വീടിന് മുറ്റത്തൊക്കെ മിസൈൽ കഷ്ണങ്ങൾ പതിച്ച സംഭവങ്ങൾ ചില പ്രാദേശിക മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഭാരതത്തിലുള്ളവർ തന്നെ, അതായത് മലയാളികൾ തന്നെ പല വിവരങ്ങളും പുറത്തോട്ട് വിടുന്ന വസ്തുതകളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എങ്കിൽ കൂടി വലിയൊരു ആൾനാശം ഉണ്ടാക്കത്തക്ക ശക്തമായ ഒരു ആക്രമണത്തിനുള്ള സാധ്യത ഒരു തരത്തിലും ഇറാന്റെ ഭാഗത്തു നിന്നില്ല. അതിനുള്ള സാധ്യതയോ ശേഷിയോ ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആക്രമണങ്ങളെല്ലാം തന്നെ വലിയ ഗൗരവമുള്ള ഒരു ആക്രമണങ്ങളല്ല എങ്കിൽ കൂടി അത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യോമയാന മേഖലയിലും അനുബന്ധ മേഖലയിലും എല്ലാം തന്നെ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അത്തരത്തിൽ അതീവ ഗുരുതരമായ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയും അതീവ ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട് എന്നതിനപ്പുറം വലിയ ആൾനാശമോ സ്വത്തുക്കളുടെ നാശമോ ഉണ്ടാക്കാനുള്ള ഒരു ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ ഈ കറാച്ചിയിൽ US കോൺസുലേറ്റിന് നേരെ, എംബസിക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്ന്, എംബസിക്ക് തീയിട്ടു എന്നുള്ള റിപ്പോർട്ടൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്ത് വിടുന്നുണ്ട്. അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഷിയ വിഭാഗക്കാർ അവിടേക്ക് ഇരച്ചുകയറി ആക്രമണം നടത്തിയെന്നുള്ളതാണ് ലഭിക്കുന്ന സൂചനകൾ. തീർച്ചയായും അത് പാകിസ്ഥാന്റെ ആ നിറം മാറ്റം നമുക്കറിയാവുന്നതാണ്. പാകിസ്ഥാനിൽ ഇക്കാര്യം ഷിയ മുസ്ലിം വിഭാഗങ്ങൾ പാകിസ്ഥാൻ സർക്കാരിനെതിരായ നിലപാട് സ്വീകരിക്കുന്നു എന്ന് തന്നെയാണ് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ആ റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഷിയ മുസ്ലിമുകൾ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം പാകിസ്ഥാനിൽ സംഘടിപ്പിക്കുന്നുണ്ട്. പാകിസ്ഥാൻ തീർത്തും അനുകൂല നിലപാടാണ് അമേരിക്കൻ ആക്രമണത്തോട് പുലർത്തിയത്. അതിന്റെ എല്ലാം തന്നെ ഒരു പ്രതിഷേധമാണ് ഷിയ മുസ്ലിമുകളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ വലിയൊരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന രീതിയിലുള്ള ആക്രമണങ്ങൾ അല്ല ഇറാൻ നടത്തുന്നതെങ്കിൽ കൂടി ഇറാൻ അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ചിലർ സ്വാഭാവികമായും പാകിസ്ഥാനിലെ എംബസിയിൽ ഇടിച്ചു കയറുന്ന ഒരു സാഹചര്യവും വലിയ പ്രക്ഷോഭങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും അതിക്രമങ്ങളെല്ലാം തന്നെ തുടരുന്നുണ്ട് എങ്കിൽ കൂടി അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് അറിയിക്കുന്നത്. മാത്രമല്ല മറ്റ് സംവിധാനങ്ങളെല്ലാം തന്നെ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കുകയും അതുപോലെ തന്നെ ഈ വ്യോമയാന സംവിധാനങ്ങൾ
സാഹചര്യങ്ങൾ പഴയതുപോലെ പുനഃസ്ഥാപിക്കുകയും ചെയ്യുക എന്നൊരു ദൗത്യം കൂടി പ്രധാനമായും ഏറ്റെടുക്കുകയാണ് ബന്ധപ്പെട്ട അധികാരികളെല്ലാം തന്നെ. ഇസ്രായേൽ അതിശക്തമായ ആക്രമണം നടത്തുമെന്ന് അറിയിക്കുകയും അതിശക്തമായ ആക്രമണം തുടരുകയും ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധികൾ ഇറാൻ നേരിടുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഈ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ, വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കടുത്ത നടപടികൾ ഇറാനെതിരെ മറ്റു രാജ്യങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം UN സെക്രട്ടറി ജനറലും അതുപോലെ തന്നെ നാളെ അന്താരാഷ്ട്ര ആറ്റോമിക് എനർജി ഏജൻസിയുടെ യോഗം നടക്കാനിരിക്കുന്നു. ആ യോഗത്തിൽ അതുപോലെ തന്നെ എന്താണ് ഈ സംഭവവികാസങ്ങൾ എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളായിരിക്കും ഉണ്ടാവുക. നിലവിൽ അന്റോണിയോ ഗുട്ടറസ് ഉൾപ്പെടെയുള്ളവർ അറബ് രാജ്യങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ബഹ്റൈൻ അതുപോലെ തന്നെ ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരെ ഇറാൻ നടത്തിയ ആക്രമണത്തെ അതിശക്തമായി അപലപിക്കുകയും ചെയ്തിരുന്നു. അത് ആ UN സെക്യൂരിറ്റി കൗൺസിൽ യോഗത്തിൽ അത്തരമൊരു തീരുമാനം ഉണ്ടാവുക തന്നെ ചെയ്തു. അത്തരത്തിലുള്ള വിവിധങ്ങളായ നീക്കങ്ങൾ ഓരോ സംഭവവികാസങ്ങളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും കടുത്ത നടപടികൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇറാനെതിരെ ഉണ്ടാകുന്നു എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇസ്രായേൽ രണ്ടാം ഘട്ട ആക്രമണം ആരംഭിച്ചിരുന്നു. ഏതാണ്ട് 1-1.5 മണിക്കൂർ മുമ്പ് അത്തരത്തിലുള്ള ആക്രമണം. എന്തായാലും വളരെ നിർണായകമായ മണിക്കൂറുകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പശ്ചിമേഷ്യ ആളിക്കത്തുന്നു എന്നുള്ളതാണ് യുദ്ധസമാനമായ സാഹചര്യം. ഇറാനിൽ എല്ലാം നിലംപരിശായ ഒരു സ്ഥിതി. ഇനി ആരവരെ നയിക്കും എന്ന കാര്യത്തിലെല്ലാം തന്നെ ചോദ്യങ്ങൾ ബാക്കിയാണ്.